നമസ്കാരം. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശമായ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി പ്രദേശത്തിലൂടെ തെങ്കാശിയിലൂടെ തിരുനെൽവേലിയിലേക്കൊരു യാത്ര. 1965 സ്ഥാപിതമായ KSRTCയുടെ പുതിയ മോഡൽ ഇൻ്റർസ്റ്റേറ്റ് ബസ്സിലായിരുന്നു യാത്ര. കാതുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഇമ്പമുള്ള ഗാനങ്ങൾക്ക് പുറമെ തണുത്ത പ്രഭാതത്തിൽ മുന്നോട്ട് കുതിക്കുന്ന ബസ്സിൻ്റെ ഇരുവശങ്ങളും ശാന്തതയേറിയ നിശബ്ദവനങ്ങൾ. അവയ്ക്ക് മാധുര്യം ചമഞ്ഞുകൊണ്ട് സൂര്യകിരണങ്ങളെ കാത്തിരിക്കുന്ന കോടമഞ്ഞ് മലമുകളിൽ മുഴുവനായി മൂടിക്കിടക്കുന്ന കാഴ്ചയുടെ അനുഭവം ഒരു സമാധാനത്തിൻ്റെ സ്വർഗം പോലെ മനസ്സിലേക്ക് ഇറങ്ങി ചോദിക്കുന്നു, നീ ഇത്രയ്ക്ക് സുന്ദരിയായിരുന്നു എന്ന്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങൾ ബന്ദിപ്പൂർ വനത്തിലൂടെ യാത്ര ചെയ്തതിൻ്റെ മാധുര്യം തെന്മല ആര്യങ്കാവ് റൂട്ടിലും കിട്ടുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഇടയ്ക്ക് ബസ് ചെക്ക് പോസ്റ്റിൽ നിർത്തി തമിഴ്നാട് പോലീസിൻ്റെ ചെക്കിങ്ങിന് വിധേയമാക്കാൻ. കാരണം കേരളത്തിൻ്റെ മണ്ണിൽ ചൂടുകാറ്റായി വീശിക്കൊണ്ടിരിക്കുന്ന അടുത്ത ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ ഇലക്ഷൻ ആയതുകൊണ്ടാണ്. ഇരുവശവും നെൽകൃഷിയും തെങ്ങും മാവിൻ തോപ്പുകളെല്ലാം തെങ്കാശിയിൽ നമുക്ക് കാണാം. നയനമനോഹരമായ ദൃശ്യമാണ്. മാവിൻ തോപ്പിൽ എൻ്റെ കണ്ണുടക്കിയത് മനോഹരമായ ഒരു മയിലിലേക്കാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരിയായ മയിൽ. പക്ഷേ ക്യാമറയിൽ പകർത്താൻ സാധിച്ചില്ല. ബസ്സിലുള്ള കുറേ പേർ തിരുനെൽവേലിയിലുള്ള അരവിന്ദ കണ്ണാശുപത്രിയിലേക്ക് പോകുന്നവരാണ്. അരവിന്ദ കണ്ണാശുപത്രിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന കുറേ ചിത്രങ്ങളുണ്ടായിരുന്നു. അത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ വെങ്കിടസ്വാമിയെക്കുറിച്ച് വിവരിക്കുന്നതായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാളായിരുന്നു ഡോക്ടർ വെങ്കിടസ്വാമിയുടെ അവസ്ഥയെങ്കിൽ ഒരു വികലാംഗനായ അയാൾ ഒതുങ്ങിക്കൂടിയേനെ. മെഡിക്കൽ സ്കൂളിൽ പഠിക്കുമ്പോൾ വാതരോഗം ബാധിച്ച് രക്തയോട്ടം നിലച്ച് വിരലുകൾ ചുരുണ്ട് മടങ്ങിയിട്ടും ഡോക്ടർ വെങ്കിടസ്വാമി ശസ്ത്രക്രിയ വിദഗ്ധനായി പേരെടുത്തു. ഇന്ന് അരവിന്ദ ആശുപത്രിക്ക് ഇന്ത്യയിൽ തന്നെ എത്ര ബ്രാഞ്ചുകളാണ്! അരവിന്ദ സംസ്കാരം ഉൾക്കൊണ്ട ആശുപത്രി വേണമെന്ന ഒരു വ്യവസായ പ്രമുഖൻ്റെ ആവശ്യം സൂചിപ്പിക്കുന്നത് തന്നെ അവിടുത്തെ കാരുണ്യവും സഹാനുഭൂതിയും ഒക്കെയാണ്. 102 വർഷത്തെ നെയ്ത്തുപട്ടിൻ്റെ പാരമ്പര്യമുള്ള RMKV സിൽക്സ് പട്ടിൻ്റെ മായാലോകമാണിവിടെ. പഴയ കാലത്ത് പട്ടുനൂൽ നെയ്തിരുന്ന ഒരു വലിയ തറി ഇവിടെ കാണാം. ഏത് റേഞ്ചിൻ്റെയും നല്ല ഹൈ ക്വാളിറ്റി തുണിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഏത് വിഭാഗത്തിൽപ്പെട്ട വധൂവരന്മാർക്കും അനുയോജ്യമായ നല്ല പട്ടിൻ്റെ വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്. 6 മീറ്റർ സാരിക്ക് പുറമേയുള്ള ചേലപ്പട്ടും ഇവിടെ ലഭിക്കുന്നു. ഏതെടുക്കണമെന്ന കൺഫ്യൂഷൻ ജനിപ്പിക്കുന്ന തുണികളുടെ മായാലോകം. ഏത് തരം റെഡിമെയ്ഡ് വസ്ത്രങ്ങളും പ്രായഭേദമന്യേ ലഭ്യമാണ്. ചുട്ടുപൊള്ളുന്ന ചൂട് ഒന്ന് വിട്ടു തുടങ്ങാൻ സമയമായപ്പോൾ തിരുനെൽവേലി ഹൈവേയുമായി തിരിച്ച് ആര്യങ്കാവ് ചുരത്തിലൂടെയുള്ള യാത്ര മറ്റൊരനുഭവമാണ്. ജയ് ഹിന്ദ്.